ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മളിന്ന് ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തന 41. യഹോവേ, നിൻ്റെ വചനപ്രകാരം നിൻ്റെ ദയയും നിൻ്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയാ. കാരണം വചനത്തിൽ ആശ്രയിച്ചതുകൊണ്ട്. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയാ. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയാ. ദാവീദ് രാജാവ് പറയാണ്, ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയാ. വചനത്തിൽ ആശ്രയിക്കാണ്ട് ഇന്ന് ജനങ്ങൾ ലോകത്തിൽ ആശ്രയിച്ച് നടക്കേണ്ടത് മക്കളെ പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ. ഹല്ലേലൂയാ. അവരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ ഒരു വചനം പോലും വരില്ല. അവർക്ക് വചനം എന്താണെന്നേ അറിയില്ല. പേര് ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞിട്ട് പറയണം കുറേ ആൾക്കാർ. പക്ഷെ ഒരു വചനം പോലും അവർക്ക് അറിയില്ല. അതാണ് സത്യം. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനി എങ്ങനെ സ്വർഗത്തിക്ക് പോവും? ഹല്ലേലൂയാ. കർത്താവ് പറഞ്ഞിട്ട് ആദ്യം എൻ്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതിൽ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുന്നു. ഹല്ലേലൂയാ. കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഫുൾ ബൈബിൾ പഠിച്ചിരിക്കണം, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ. അപ്പോഴാണ് കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയാ. ഇതൊന്നും പഠിക്കാണ്ട് ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്, നിങ്ങളൊക്കെ ജാതികളാണ്, അങ്ങനെ കുറേ നെളിഞ്ഞു നടക്കേണ്ടത് മക്കളെ. ഈ വക ആൾക്കാരൊക്കെ സ്വർഗത്തിക്ക് പോകുമോ? ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരു മനുഷ്യനും സ്വർഗത്തിക്ക് പോവില്ല. ഹല്ലേലൂയാ. ഹൃദയം തുറക്കാത്ത ഒരു മനുഷ്യനും ദൈവത്തെ കാണില്ല. ഹല്ലേലൂയാ. ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണും. ഹല്ലേലൂയാ. ഹൃദയശുദ്ധി ഇല്ലാത്തവൻ ഒരു നാളും ദൈവത്തെ കാണാൻ കഴിയില്ല. അതാണ് സത്യം. ഹല്ലേലൂയാ. ദൈവം വിശുദ്ധനാണ്.